ഇത്തവണ ഓണത്തിന് ബിവറേജസ് ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാർക്കുള്ള ബോണസ് 1,02,500 രൂപയാണെന്നുള്ള ഒരു വാർത്ത കേട്ടതിൻ്റെ ബേസിസിലാണ് ഞാനത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഒരു 95,000 രൂപയായിരുന്നു അവരുടെ സ്ഥിരം ജീവനക്കാർക്ക്. ഏകദേശം ബോണസിൻ്റെ ലിമിറ്റ് 95,000 രൂപയാണ്. അത് വർദ്ധിച്ച് 1,02,500 രൂപ ബോണസ് ആയിട്ട് കിട്ടുക. അത് ലാഭവിഹിതമാണ്. അത് നമ്മുടെ ചട്ടത്തിൽ പറയുന്നതുമാണ്. നിയമപരമായി ബോണസ് ആക്ടിനനുസരിച്ച് അവരുടെ നിയമപരമായ ബോണസ് അനുസരിച്ച് വിറ്റുവരവിനനുസരിച്ച് അതിൻ്റെ ലാഭവിഹിതം ബിവറേജസിലെ സ്ഥിരം ജീവനക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും വരും. അത് നിയമപരമായി ചെയ്യുന്നതാണ്. നമ്മുടെ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് 4,000 രൂപ അല്ലെങ്കിൽ ബോണസിന് അർഹത 4,000 രൂപ, അല്ലാത്ത കോൺട്രാക്ട് ജീവനക്കാർക്ക് 3,000 രൂപ ഒക്കെ കിട്ടുന്ന സമയത്താണ് അവർക്ക് 1,02,500 രൂപ ബോണസായിട്ട് ലഭിക്കുന്നത്. അവരുടെ ഡെപ്യൂട്ടേഷനിൽ വന്ന 200ഓളം സ്റ്റാഫുകൾക്ക് ബിവറേജസ് കോർപ്പറേഷനിൽ കിട്ടില്ല. അതൊരു കോൺട്രാക്റ്റിന് അടിസ്ഥാനത്തിലാണ്. അവർ ഏതു സ്ഥലത്തുനിന്ന് വന്നു അവിടേക്ക് വന്നപ്പോൾ അവർക്ക് സ്ഥിരം ജീവനക്കാർക്ക് മാത്രമാണ് ഡെപ്യൂട്ടേഷനിൽ വന്ന 5 വർഷത്തെ കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്ന 200ഓളം ഡെപ്യൂട്ടേഷൻ സ്റ്റാഫിന് ലഭിക്കില്ല എന്നുള്ളതും അറിയിക്കുന്നു. പക്ഷേ നമ്മുടെ എത്രമാത്രം കുടിയന്മാർ അത് കുടിച്ചിട്ടാണ് ഈ 1,02,500 രൂപ അവർക്ക് ലാഭവിഹിതം കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ ആലോചിച്ചാൽ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിരിക്കും. എത്രമാത്രം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഇവിടെ കുടിയന്മാരുടെ എണ്ണം കൂടുതലാണ്. അത് ഞാൻ ഈ ഇടത്തേക്ക് ഹിമാചൽ പ്രദേശിൽ കണ്ടിട്ടുണ്ട്. അവിടെ പലപ്പോഴും കടകൾ തുറന്നിട്ട് അവിടെയും ഒരു മദ്യപന്മാരെയും കണ്ടിട്ടില്ല. അവരെല്ലാം കഠിനാധ്വാനികളാണ്. അവർക്ക് എന്നിട്ടും അത്രമാത്രം അവിടെ ഒന്നും ക്യൂവും കാര്യങ്ങളില്ല. എല്ലാ ഔട്ട്ലെറ്റുകളും ഇഷ്ടം പോലെ നമ്മുടെ ഷോപ്പ് മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലെ അവിടെ എല്ലാം മദ്യം സുലഭമായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് അവിടെ അങ്ങ് ഒരു വരിയും കണ്ടില്ല. ഹിമാചൽ പ്രദേശിൽ പോയി, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പോയി, ഡൽഹിയിൽ പോയാൽ ഡൽഹിയിലും കാണാറില്ല. തമിഴ്നാട്ടിൽ ചിലപ്പോൾ അവിടെ മദ്യ നിരോധനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ചെറിയ ക്യൂകളൊക്കെ അവിടെ ഷോപ്പിന് മുമ്പിൽ കാണാറുള്ളൂ. എന്താണെന്നറിയില്ല. വളരെ എഡ്യൂക്കേറ്റഡ് എന്നും ഒക്കെ പറയുന്ന കേരളത്തിലെ നമുക്ക് ഇത്രമാത്രം ആൾക്കാർ മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് സോസാണ്. ഇത് നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട് ഇങ്ങനെ മദ്യപന്മാരാകുന്നു? അൺറിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുന്നവരാണോ എന്നൊക്കെ നമുക്ക് തോന്നും. മറ്റുള്ള നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാവിലെ 6 മണിക്ക് ജോലിക്ക് ഇറങ്ങിയ വൈകിട്ട് 6 മണിക്കേ വരത്തുള്ളൂ. ചിലപ്പം കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 600 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല. വൈകിട്ട് പോയിട്ട് വീണ്ടും രാവിലെ കൊണ്ടുവന്ന ചപ്പാത്തിയും മുളകും ഉള്ളിയും കൂട്ടി കഴിച്ചതിന് ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങുന്നു. അവർക്ക് ഇല്ല മുറിയെ പണി കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രമാത്രം കുടിക്കണമെന്നില്ല. നമ്മുടെ ആൾക്കാർ 1,000 രൂപയ്ക്ക് അധ്വാനിച്ച് 500 രൂപയ്ക്ക് ഒരു കുപ്പിയുമായിട്ട് വീട്ടിൽ പോകും. ബാക്കി 500 രൂപ ഭാര്യയെ ഏൽപ്പിച്ചാലായി, അല്ലെങ്കിൽ ഏൽപ്പിച്ചില്ല എന്നായി. കുടുംബം നടത്താൻ പോലും കഴിയത്തില്ല. ഒരു 1,000-1,200 രൂപ കിട്ടുന്നവർക്ക് ഒരു നല്ല സുഖമാണ്. പക്ഷേ പകുതി മദ്യത്തിന് വേണ്ടിയൊക്കെ ചിലവഴിക്കുന്നു. ഇതാണ് ബിവറേജസ് കോർപ്പറേഷനിലെ ആൾക്കാർക്ക് ഇത്രയും ബോണസ് കിട്ടുവാനുള്ള കാര്യം. നമ്മളൊന്ന് മലയാളി സൊസൈറ്റി തിരിച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു കാലമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മദ്യപന്മാർ ഇങ്ങനെ വരുന്നത്? ആ റിയലിസ്റ്റിക് വേൾഡ് അല്ലാതെ അൺറിയലിസ്റ്റിക് വേൾഡിലേക്ക് പോകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മൾ പലതിലും അഭിമാനിക്കുന്നില്ല. ഇത് സോ സാഡ്. മദ്യം, ലോട്ടറി അല്ലെങ്കിൽ ചൂതുകളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമാനം വർദ്ധിക്കുമ്പോൾ അത് റിയലിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണോ?